പ്രിയപ്പെട്ടവരെ, ഡോക്ടർ M.K. സാനു മാസ്റ്ററുടെ ദുരന്ത നാടകം അജയ്യതയുടെ അമരസംഗീതം എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ സാംസ്കാരിക പരിപാടിയിൽ സംസാരിക്കുന്നത്. ദുരന്ത നാടകങ്ങളെക്കുറിച്ച് സാനു മാസ്റ്റർക്ക് വളരെ സമഗ്രമായൊരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ സമഗ്രമായൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ. അദ്ദേഹം പറയുന്നത്, ഭൂമിയിൽ മനുഷ്യർ ചൊരിയുന്ന കണ്ണീരിനോട് തുലനം ചെയ്താൽ എല്ലാ സമുദ്രങ്ങളിലുമുള്ള ഉപ്പുവെള്ളത്തിൻ്റെ അളവ് നിസ്സാരമാണെന്ന അറിവ് ഈ ദുരന്ത നാടകങ്ങളിലെ ദുരന്താവബോധത്തെ തിരിച്ചറിയാൻ നമ്മെ സഹായിക്കും എന്നാണ്. ദുരന്ത നാടകങ്ങളിൽ അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുകയാണ്. പാശ്ചാത്യ നാടകങ്ങളും ഇന്ത്യയിലെ ദുരന്ത നാടകങ്ങളുടെ പശ്ചാത്തലമില്ലാത്ത ഒരു നാടാണ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരു നാടകവും ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രൊമത്യൂസ് ബന്ധനത്തിൽ എന്ന ഈസ്കിലസിൻ്റെ നാടകമാണ് അദ്ദേഹം ആദ്യമായി ഈ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. രണ്ടാമതായി ഈഡിപ്പസ് രാജാവ് എന്ന വളരെ പ്രശസ്തമായ മാസ്റ്റർ പീസ് ഓഫ് ഗ്രീക്ക് ട്രാജഡി എന്നറിയപ്പെടുന്ന സോഫോക്ലിസിൻ്റെ ഗ്രന്ഥമാണ് അടുത്തതായി അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ നാടകം എന്ന രീതിയിൽ അദ്ദേഹം കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തെയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ശാകുന്തളം ഒരു ദുരന്ത നാടകം എന്ന് പറയാൻ പറ്റുമോ എന്ന നമ്മളുടെയൊക്കെ സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉയർന്നു വരാവുന്ന ചോദ്യത്തിന് സാനു മാസ്റ്റർ ഇതിൽ മറുപടി പറയുന്നുണ്ട്. മറ്റൊന്ന്, മനുഷ്യരാശിയെ മുഴുവൻ ആകർഷിച്ച, സാഹിത്യ കുതുകികളെ മുഴുവൻ ഏറ്റവും അധികം ആകർഷിക്കുകയും അധികാരം മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഈ അധികാരഗർവും ദുർമോഹവും മനുഷ്യനിലുണ്ടാക്കുന്ന ക്രിമിനൽ വാസനയെക്കുറിച്ചും വളരെ സമഗ്രമായി അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഷേക്സ്പിയറുടെ ദുരന്ത നാടകമായി അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മാക്ബത്ത് എന്ന ഷേക്സ്പിയറുടെ നാടകമാണ്. മറ്റൊന്ന്, ഇബ്സൻ്റെ ഭൂതങ്ങൾ എന്നൊരു നാടകമാണ്. ഇബ്സൻ്റെ സമകാലീനനായ സ്ട്രിൻബർഗിൻ്റെ പിതാവ് എന്ന നാടകവും ഈ ദുരന്ത നാടകങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി വളരെ സമഗ്രമായ യുദ്ധത്തിനെതിരെ വളരെ സമഗ്രമായ വീക്ഷണം അവതരിപ്പിക്കുന്ന ബെർത്തോൾത്ത് ബ്രെഹ്ത്തിൻ്റെ മദർ കറേജ് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. മിക്കവാറും എല്ലാവർക്കും മദർ കറേജ് നാടകം ബ്രെഹ്ത്തിൻ്റെ മലയാളികൾക്ക് പരിചിതമായൊരു നാടകമാണ് ബ്രെഹ്ത്തിൻ്റെ മദർ കറേജ്. അതും ഈ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായി പ്രൊമത്യൂസ് ബന്ധനത്തിൽ എന്ന നാടകത്തെക്കുറിച്ചാണ് വളരെ വിശദമായ ഒരു പഠനം. ഓരോ നാടകങ്ങളെക്കുറിച്ചും പഠനവും പിന്നെ നാടകത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരണങ്ങളുള്ള മറ്റ് അധ്യായങ്ങളുമായി അദ്ദേഹം ഈ ഗ്രന്ഥം വളരെ സമഗ്രമായ നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട നാടകത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് സാനു മാസ്റ്ററുടെ ഈ ദുരന്ത നാടകങ്ങളെക്കുറിച്ചുള്ള ഈ പുസ്തകം. ഈ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ അധ്യായം തുടങ്ങുന്നത് ദുരന്ത നാടകങ്ങളുടെ പിതാവായ ഈസ്കിലസിൻ്റെ പ്രൊമത്യൂസ് ബന്ധനത്തിൽ എന്ന നാടകത്തിൻ്റെ പഠനത്തോടെയാണ്. ജീവിത ശ്രേയസ്സിന് നിദാനമായ അഗ്നിയും അക്ഷരമാലയും മനുഷ്യവർഗത്തിന് നൽകിപ്പോകരുതെന്ന ദേവരാജാവായ പ്രൊമത്യൂസിൻ്റെ ആജ്ഞ ലംഘിച്ചതിൻ്റെ പേരിൽ പ്രൊമത്യൂസിനെ കൊടിയ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് സിയൂസ് രാജാവ്. തൻ്റെ അധികാര സിംഹാസനത്തിന് ഭീഷണിയാകാവുന്ന ഒരാൾക്ക് നേരെ അധികാര ലഹരി ബാധിച്ച മറ്റൊരാളിനുണ്ടാകുന്ന അസഹിഷ്ണുതയാണ് ഈ ഗ്രന്ഥത്തിൽ
ഉടനീളം അതിൻ്റെ ആവിഷ്കാരമാണ്. ദേവന്മാർ ശത്രുക്കളായി പ്രഖ്യാപിച്ച മനുഷ്യർ അഗ്നിയും അക്ഷരമാലയും ലഭിച്ചു കഴിഞ്ഞാൽ അസൂയാർഹമായ പദവിയിലേക്ക് ഉയരുകയും ദേവവംശത്തിന് ഭീഷണിയായിത്തീരുകയും ചെയ്യുമെന്ന ഭീതിയാണ് ഇത്തരമൊരു ദുരിതപർവത്തിലേക്ക് പ്രൊമത്യൂസിനെ നയിക്കാൻ സിയൂസിനെ പ്രേരിപ്പിക്കുന്നത്. വളരെ കഠിനമായ ശിക്ഷയാണ് അദ്ദേഹം പ്രൊമത്യൂസിന് നൽകുന്നത്. ആ ശിക്ഷയുടെ ആവിഷ്കാരങ്ങളും അതിനെ തുടർന്ന് കീഴടങ്ങാൻ ഒരിക്കലും സന്നദ്ധനാകാത്ത പ്രൊമത്യൂസിൻ്റെ നിശ്ചയദാർഢ്യവുമെല്ലാം തന്നെ വളരെ ഹൃദയസ്പർശിയായ വിധം ആവിഷ്കരിക്കുന്ന ഒരു നാടകമാണ് പ്രൊമത്യൂസ് ബന്ധനത്തിൽ എന്ന നാടകം. മറ്റൊന്ന്, അടുത്ത നാടകം ഈഡിപ്പസ് രാജാവിനെ കുറിച്ചാണ്. തൻ്റെ വേദനകൾ, താൻ അറിയാതെ അകപ്പെട്ടു പോകുന്ന ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾ കാഴ്ചകളുമായാണ് ഈ ഈഡിപ്പസ് രാജാവ് എന്ന ഗ്രന്ഥം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൃത്യമായ വിശദീകരണം അദ്ദേഹം നൽകുന്നു. ആ ദുരന്ത നായകനെ സോഫോക്ലിസ് അവതരിപ്പിക്കുന്നു. ഈഡിപ്പസ് റെക്സ് അഥവാ ഈഡിപ്പസ് രാജാവ് എന്ന നാടകത്തിലൂടെ ക്രിസ്തുവിന് മുമ്പ് 429 ആണ്ടിലാണ് ഈ ഒരു രാജാവിൻ്റെ ചരിത്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിൻ്റെ ആദ്യ അവതരണം ഏതൻസിലാണ് നടക്കുന്നത്. അസുലഭമായ കഴിവുകളും പ്രജാസ്നേഹവും മറ്റനേകം കഴിവുകളും കൊണ്ട് സാധാരണക്കാർക്കിടയിൽ സമാരാധ്യനായി തീർന്ന ഈഡിപ്പസ് രാജാവിനെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കഥാപാത്രമായാണ് ഈ നാടകം വിശദീകരിക്കുന്നത്. സ്വഭാവത്തിലെ ദോഷമല്ല, സ്വഭാവത്തിലെ ഗുണാതിരേകമാണ് അസഹ്യമായ ഈ വേദനയ്ക്ക് അദ്ദേഹത്തെ ഇടയാക്കിയത്. അദ്ദേഹം കടന്നു പോകുന്ന ഒട്ടേറെ സംഭവങ്ങളിലൂടെ ഈ നാടകം മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ വിശദമായ കഥാഖ്യാനത്തിന് സമയപരിമിതി മൂലം ഞാൻ മുതിരുന്നില്ല. അഭിജ്ഞാന ശാകുന്തളമാണ് അടുത്തതായി അദ്ദേഹം ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്ന ഒരു ദുരന്ത നാടകം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കണ്ടാൽ കൊള്ളാവുന്ന പെൺകിടാങ്ങളുടെ ചാരിത്രം കവരുന്നതിൽ അഭിരമിക്കുന്ന രാജ്യത്വത്തിൻ്റെ താന്തോന്നിത്വവും ദുഷ്ടതയും എന്ന കാലാതിവർത്തിയായ പ്രമേയം മാത്രമായി ഈ നാടകത്തെ കാണുന്നത് കാളിദാസ പ്രതിഭയോടുള്ള അനാദരവാകും എന്ന് അഭിപ്രായപ്പെടുന്ന അദ്ദേഹം വിശ്വസാഹിത്യത്തിലെ ശാകുന്തള തർജ്ജമകളെക്കുറിച്ചുള്ള വിശദമായ അവലോകനത്തിന് ഈ കൃതിയിൽ അദ്ദേഹം മുതിരുന്നുണ്ട്. യൂറോപ്പിലെ കവിശ്രേഷ്ഠനായ ഗെയ്ഥെ തന്നെ തരുണ വസന്തത്തിലെ പുഷ്പങ്ങളും പരിണിത വസന്തത്തിലെ ഫലങ്ങളും അഥവാ ഭൂമിയും സ്വർഗവും ഒരേ നാമത്തിൽ സമ്മേളിക്കുന്നത് കാണാൻ ശകുന്തള എന്ന നാടകം നിർദ്ദേശിച്ചതിനെയും അതിനോടുള്ള ടാഗോറിൻ്റെ പ്രതികരണവുമെല്ലാം സാനു മാസ്റ്റർ ഈ കൃതിയിൽ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോകം, ഒരു വിളക്കിലെ തിരിപോലെ ചെറുതെങ്കിലും ദീപശിഖ പോലെ ശാകുന്തളത്തെ ഏകമുഹൂർത്തത്തിൽ കാണാൻ സഹായിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം എടുത്ത് ഉദാഹരിക്കുന്നുണ്ട്. ഭാരതീയ നാടക ദർശനത്തിൽ ദുരന്ത നാടകങ്ങൾക്ക് സ്ഥാനമുണ്ടായിരുന്നില്ല. എന്നാൽ പാശ്ചാത്യർ പരമോന്നത മൂല്യം കൽപ്പിച്ചത് ദുരന്ത നാടകങ്ങൾക്കായിരുന്നു. പാശ്ചാത്യവും പൗരസ്ത്യവുമായ ദർശനങ്ങളുടെ സമന്വയമായ ശാകുന്തള പരിഭാഷകൾ ലോകസാഹിത്യത്തിൻ്റെ നെറുകയിൽ ഈ ശാകുന്തളത്തെ പ്രതിഷ്ഠിക്കുന്നു എന്നാണ് സാനു മാസ്റ്റർ അഭിപ്രായപ്പെടുന്നത്. ഇനി മറ്റൊരു നാടകം അധികാരഗർവും അധികാര ദുർമോഹവും ക്രൂരതയുടെ കരുത്തോടെ മനുഷ്യരെ ദുഷ്കർമ്മങ്ങളിലേക്ക് നയിക്കുന്നതിൻ്റെ കഥ പറയുന്ന ഷേക്സ്പിയറുടെ വിശ്വപ്രസിദ്ധമായ മാക്ബത്താണ്. ഏതെങ്കിലും ഒരു പദവി കൈക്കലാക്കുന്നതിലൂടെ
ദുർമോഹങ്ങൾ സാഫല്യമടയുകയല്ല, അധികാരമുറപ്പിക്കുന്നതിന് പിന്നെയും പിന്നെയും പാപപീഡിതമായ മനസ്സോടെ പാപകർമ്മങ്ങളിൽ മുഴുകേണ്ടി വരുന്ന മനുഷ്യൻ്റെ ശോചനീയമായ പരിതോവസ്ഥയുടെ ഉജ്ജ്വലമായ ആഖ്യാനമാണ് ഈ കലാസൃഷ്ടിയിലൂടെ ഷേക്സ്പിയർ നിർവഹിച്ചിരിക്കുന്നത്. ദയാവായ്പിൻ്റെ ക്ഷീരധാരയാൽ ആർദ്രമായ മനസ്സിൻ്റെ ഉടമയായ മാക്ബത്ത് തന്നോട് ഏറെ സന്മനസ് കാട്ടിയ ഡങ്കൻ രാജാവിനെ രാജപദപ്രാപ്തിക്ക് വേണ്ടി വധിക്കുന്നു. നന്മയുടെ തെളിവൂറുന്ന മനസ്സിനുടമയായ മാക്ബത്ത് എങ്ങനെ ആ ഘോരകൃത്യം ചെയ്യാനിടയായി എന്നും താൻ അകപ്പെട്ടു പോയ സാഹചര്യത്തിൽ ആ ക്രൂരതകൾ തുടരേണ്ടി വരുന്നതുമാണ് നാടകത്തിൻ്റെ പ്രമേയം. കാവ്യാത്മകമായ സംഭാഷണമാണ് ഈ നാടകത്തിൻ്റെ ഹൃദയാവർജകമായ ഘടകമെന്ന അഭിപ്രായത്തിലൂന്നി നിന്നുകൊണ്ട് MK സാനു മാസ്റ്റർ ഈ നാടകത്തിൻ്റെ രൂപശില്പം അനാവരണം ചെയ്തു. അടുത്തതായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് നോർവീജിയൻ നാടകകൃത്തായ ഇബ്സന്റെ ഭൂതങ്ങൾ എന്ന നാടകമാണ്. പ്രസിദ്ധീകൃതമായ സന്ദർഭത്തിൽ തന്നെ യാഥാസ്ഥിതികത്വത്തിൻ്റെ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു നാടകമാണ് ഭൂതങ്ങൾ. ആൽവിൻ കുടുംബത്തിൻ്റെ സമ്പന്നതയിലേക്ക് വധുവായെത്തുന്ന ഇടത്തരക്കാരിയായ ഹെലൻ എന്ന പെൺകുട്ടി, അവളുടെ സ്വഭാവത്തിലെ സ്വതന്ത്ര ചിന്തകളുടെ സംസ്കാരം, അവർ നേരിടേണ്ടി വരുന്നത് ദുർമോഹിയും വ്യഭിചാരശാലകളിൽ സ്ഥിരം സന്ദർശകനുമായ ഭർത്താവിനെയുമാണ്. തന്നോട് അനുരാഗപൂർണമായ സമീപനം പുലർത്തിയ കാമുകനിൽ അഭയം പ്രാപിക്കാൻ ആലോചിച്ചെങ്കിലും അപ്പോഴേക്കും അയാൾ മറ്റൊരു വഴി തേടിയിരുന്നു. ഹെലന് പിന്നീട് കപട സദാചാരത്തിന് വഴങ്ങി എല്ലാ വേദനകളെയും സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരികയും അവർക്ക് സ്വയം ആത്മാഹുതിയുടെ പാത സ്വീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന ദുരന്ത പര്യവസായിയായ ഇതിവൃത്തത്തിലൂടെയാണ് ഈ നാടകം കടന്നു പോകുന്നത്. ഭൂതം എന്ന കഥാപാത്രം അദൃശ്യമാണ് ഈ നാടകത്തിൽ എന്ന സവിശേഷതയും ഇതിനുണ്ട്. ഇബ്സന്റെ സമകാലീനനായ സ്വീഡിഷ് നാടകകൃത്തായ സ്റ്റെൻബർഗ് കുടുംബം എന്ന സ്ഥാപനത്തിൻ്റെ ജനാധിപത്യരഹിതവും സ്നേഹരഹിതവുമായ മുഖം അനാവരണം ചെയ്യുന്നു പിതാവ് എന്ന നാടകത്തിലൂടെ. സ്ത്രീത്വവും പുരുഷത്വവും തമ്മിലുള്ള നാടകത്തിൻ്റെ ബാഹ്യതലങ്ങളിലെ സംഘട്ടനവും ജന്മവാസനകൾ തമ്മിലും ജീവിത വീക്ഷണങ്ങൾ തമ്മിലുമുള്ള വൈരുദ്ധ്യത്തിൻ്റെ ചുഴികൾ നിറഞ്ഞ ആന്തരിക തലവും ഈ പരീക്ഷണ നാടകത്തെ ചലനാത്മകമാക്കുന്നു എന്നാണ് നാടകകൃത്തിൻ്റെ നിരീക്ഷണം. അവസാനമായി അദ്ദേഹം പരിശോധിക്കുന്നത് ജർമ്മൻ നാടകകൃത്തായ ബെർത്തോൾത്ത് ബ്രെഹ്ത്തിൻ്റെ മദർ കറേജും മക്കളും, മദർ കറേജ് ആൻഡ് ഹെർ ചിൽഡ്രൻ എന്ന നാടകമാണ്. 1624 ഒരു വസന്തകാലം. സ്വിറ്റ്സർലൻഡും പോളണ്ടും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുകയാണ്. വെടിയേറ്റ് ചത്തു വീഴുന്നവർക്ക് പകരം ചെറുപ്പക്കാരായ പട്ടാളക്കാരെ ചേർക്കാൻ വേണ്ടി റിക്രൂട്ടിംഗ് ഓഫീസറും സർജൻറ്റും നാട്ടിലിറങ്ങുകയാണ്. യുദ്ധം നടക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമെന്ന ആകർഷകമായ വിവരണവുമായാണ് മദർ കറേജ് എന്ന കഥാപാത്രം ഇതിൽ ആദ്യഘട്ടത്തിൽ വരുന്നത്. ആരോഗ്യമുള്ള മദർ കറേജിൻ്റെ ആൺമക്കളുടെ നേരെയും റിക്രൂട്ടിംഗ് ഓഫീസർ കണ്ണ് വെച്ചപ്പോഴാണ് സ്വന്തം മക്കൾ പട്ടാളക്കാരാകുന്നതിനെക്കുറിച്ച് ഭയത്തോടെയല്ലാതെ ആ അമ്മയ്ക്ക് ഓർക്കാനാവുന്നില്ല. നിർഭാഗ്യവതിയായ ഒരമ്മയാണ് ഞാൻ. ഒരമ്മയുടെ ദുഃഖം മാത്രമാണ് എൻ്റെ സമ്പാദ്യം. യുദ്ധത്തിൽ നിന്ന് ലാഭമുണ്ടാക്കി കാലക്ഷേപം നടത്തുന്നവരെങ്കിലും ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന തിരിച്ചറിവ് അവർക്കുണ്ട്. നാടകം അവസാനിക്കുന്നത് യുദ്ധത്തിൻ്റെ കൊടിയ ക്രൂരത അനാവരണം ചെയ്തുകൊണ്ടാണ്. 12 രംഗങ്ങളിലാണ് ഈ നാടകം വ്യാപിച്ചിരിക്കുന്നത്. നാടകത്തിൻ്റെ സ്വഭാവം, ധർമ്മം, ലക്ഷ്യം എന്നിവയെക്കുറിച്ചുള്ള ബ്രെഹ്ത്തിൻ്റെ വ്യത്യസ്തമായ വീക്ഷണങ്ങളെക്കുറിച്ചും അന്യവൽക്കരണ സിദ്ധാന്തത്തെക്കുറിച്ചും എല്ലാമുള്ള സൂചനകൾ ഈ പുസ്തകം വായനയിലൂടെ നമുക്ക് ലഭിക്കുക. നാടക വിവരണത്തിൽ പ്രാധാന്യം നൽകുന്ന ഒന്നും ആസ്വാദ പഠനത്തിന് ഊന്നൽ നൽകുന്ന രചനാനുഭവവുമായി കാലാതിവർത്തിയായ വിശ്വപ്രസിദ്ധമായ ദുരന്ത നാടകങ്ങളുടെ പാഠപുസ്തകമായി ഈ ഗ്രന്ഥം എക്കാലത്തും പരിഗണിക്കപ്പെടും എന്നതിൽ സംശയമില്ല.
നമസ്കാരം.